ഹായ് നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇത് സാധാരണ ടൈൽ സ്പേസർ ആണ്. ഇത് കൂടാതെ ഒരുപാട് ടൈപ്പ് സ്പേസർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ടൈലൊക്കെ ലേ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് സ്പേസർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്പേസർ ഉപയോഗിക്കുന്നതുകൊണ്ട് ടൈല് ലേ ചെയ്യുമ്പോൾ നമ്മൾ സ്പേസർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈ മഴ പെയ്യുന്ന സമയത്തിന് മുമ്പ്, പ്രത്യേകിച്ച് വേനൽക്കാല സമയങ്ങളിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടൈൽ അടർന്നു വന്നു, അല്ലെങ്കിൽ ടൈൽ ചൂട് കാരണം പൊള്ളച്ചു വന്നു, അല്ലെങ്കിൽ ടൈലിൻ്റെ അടിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു എന്നൊക്കെ ഒരുപാട് ടൈൽ പൊട്ടി വന്നു, അങ്ങനെയൊക്കെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കും. നമ്മൾ ടൈൽ ലേ ചെയ്യുന്ന സമയത്ത് സ്പേസർ ഉപയോഗിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് താഴെയുള്ള ലിങ്കിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ.